എന്തുകൊണ്ട് സ്വർഗം ഈ കാലഘട്ടത്തിൽ നമ്മോട് അധികമായി പ്രാർത്ഥിക്കുവാനും പ്രാശ്ചിത്തം അനുഷ്ഠിക്കാനും ആവശ്യപ്പെടുന്നത്? സഭ നവീകരിക്കപ്പെടുവാനും സംരക്ഷിക്കപ്പെടുവാനുമുള്ള ഏക വഴി ഇതാണ് സഹോദരങ്ങളെ. യുഗാന്ത സഭയ്ക്ക് കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ് എന്താണ്? പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. പലപ്പോഴും ഈ വചനത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പലർക്കും ഈ വചനത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസമില്ലായ്മയാണ് കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമായി നിൽക്കുന്നത്, സ്വർഗത്തിന് ഇടപെടുവാൻ തടസ്സമായി നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങളിൽ വിശ്വസിക്കാൻ പറ്റും. പലരും അത് പുച്ഛിക്കുന്നു, പലരും പരിഹസിക്കുന്നു. ഇത് വ്യക്തിപരമായ വെളിപാടുകളല്ല സഹോദരങ്ങളെ. ഇതിൽ പല മരിയൻ പ്രത്യക്ഷീകരണങ്ങൾ സഭ ഒഫീഷ്യലായി അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ പറയപ്പെടുന്ന പല സന്ദേശങ്ങളും പ്രാദേശിക സഭ അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം കഞ്ചിക്കോട് റാണി ചേച്ചി, പാലക്കാട് രൂപത ആ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക സഭ അത് അംഗീകരിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. ഇത് സ്വർഗത്തിന് ഇടപെടൽ തന്നെയാണെന്ന്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, എന്തെങ്കിലും തോന്നൽ വിളിച്ച് പറയല്ല, വ്യക്തിപരമായ വെളിപാടുകൾ പറയല്ല. ഈ കാലഘട്ടത്തിൽ പല കള്ളനാണയങ്ങളുണ്ട്, വ്യാജ പ്രവാചകരുണ്ട്, അനേകം സെക്റ്റുകളുണ്ട്. നമ്മളെല്ലാം പരിശോധിച്ച് നോക്കണം. പൗലോസ് പറയുന്നുണ്ട്, നല്ലതിനെ മുറുകെ പിടിക്കണം. അതാ നമ്മൾ ചെയ്യുക. എല്ലാറ്റിനും പുറകെ ഓടരുത്, 100 ഉപദേശത്തിന് പുറകെ പറക്കാൻ പായരുത്. നമ്മളെല്ലാം ആത്മാവിൽ വിവേചിച്ചറിഞ്ഞുകൊണ്ട് സഭയുടെ സത്യപ്രബോധനങ്ങളോടും വിശ്വാസ സത്യങ്ങളോടും ദൈവവചനത്തോടും ചേർന്ന് പോകുന്നതാണോ ഈ സന്ദേശങ്ങളെന്ന് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് വേണം ആ സന്ദേശങ്ങളെ നമ്മൾ സ്വന്തമാക്കുവാൻ, ഉൾക്കൊള്ളുവാനായിട്ട്. അപ്പം സഭയെ നവീകരിക്കുവാനും സംരക്ഷിക്കുവാനും സ്വർഗം പറയുന്ന വഴി എന്താ? പ്രാർത്ഥനയാണ്, പരിഹാരമാണ്, പ്രാശ്ചിത്തമാണ്. വേറൊരു വഴിയില്ല സഹോദരങ്ങളെ. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ 3 കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളടക്കം അതാണ്: പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. എല്ലാവരും ഒന്ന് പറഞ്ഞു 3 പ്രാവശ്യം. പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ഒരിക്കൽ കൂടി ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞ്, പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. ജോയേൽ പ്രവചനം 2:17. സഭയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈ കാലഘട്ടത്തില്. എൻ്റെ സഹോദരങ്ങളെ, അവിടെ എന്താ പറയുന്നത്? കർത്താവിന് ശുശ്രൂഷകരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും സഭയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആരാ പ്രാർത്ഥിക്കേണ്ടത്? ശുശ്രൂഷകരായ കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാരെ, ബഹുമാനപ്പെട്ട വന്യവൈദികരെ, മറ്റേത് നാളുകളേക്കാൾ ഉപരി ഇത് പ്രാർത്ഥിക്കേണ്ട കാലമാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ പ്രാർത്ഥിക്കാതെ മറ്റു പല വ്യാപാരങ്ങളിൽ, വ്യഗ്രതകളിൽ വെറിപ്പൂണ്ട് മുന്നോട്ട് പോകുമ്പോൾ കർത്താവിന് സഭയിൽ ഇടപെടാൻ പറ്റുകയില്ല. സഭയിലെ പല പ്രതിസന്ധികളിലും സ്വർഗത്തിന് ഇടപെടാൻ കഴിയാതെ പോകുന്നു. പ്രാർത്ഥിക്കാത്ത വൈദികരാകട്ടെ, സമർപ്പിതരാകട്ടെ, ആത്മായ പ്രേക്ഷിതരാകട്ടെ, അവർ കർത്താവിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. സംശയിക്കേണ്ട സഹോദരങ്ങൾ, സംശയിക്കേണ്ട. കർത്താവിൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥിക്കാത്ത തിരഞ്ഞെടുക്കപ്പെട്ടവരെ. അതാര് തന്നെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചു കൊള്ളാം. അവർ പ്രാർത്ഥന കൊണ്ട് സഭയെ പൊതിയുകയാണ്, പ്രാർത്ഥന കൊണ്ട് സഭയെ പൊതിയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് 106-ാം സങ്കീർത്തനത്തിലെ 23-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. മോശ പ്രവാചകനെ കുറിച്ചാണ്. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി. അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ ദൈവക്രോധത്തെ, ശിക്ഷാവിധിയെ, ദൈവത്തിൻ്റെ ക്രോധത്തെ കരുണയാക്കി മാറ്റുന്നതാണ് പ്രാർത്ഥനയും പരിഹാരവും. മറക്കരുത് നമ്മൾ. ഇന്ന് നമ്മുടെ സഭ ഇന്ന് തളരുന്നുവെങ്കിൽ, സഭാ കൂട്ടായ്മകളിൽ നിന്ന് ക്ഷയിച്ചു വരുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, പലപ്പോഴും സഭാത്മകമായ കൂട്ടായ്മയിൽ നിന്ന് അനേകർ ഇന്ന് വിട്ടുപോകുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം, ഇന്നലെ സഹോദരൻ തോമസ് കുമളി നമ്മോട് പറഞ്ഞു, വിനാശകരമായ പല നിന്ദാ പ്രവർത്തികൾ, ദൈവ നിന്ദകൾ ഇന്ന് സഭയിൽ അറിഞ്ഞറിയാതെയൊക്കെ സംഭവിക്കുന്നുണ്ട്.
ഇതിനു വേണ്ടി ആരെ പരിഹാരം ചെയ്യുന്നത്? ഈ ദൈവ നിന്ദകൾക്ക് വേണ്ടി നമ്മൾ ആര് പ്രായശ്ചിത്തം ചെയ്യുന്നു? ആരെ കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കുന്നത്, അനുതപിക്കുന്നത്? നമുക്ക് എവിടെ അതിനുള്ള സമയം സഹോദരങ്ങളെ? ആരെ കർത്താവിന്റെ സ്വരം കേൾക്കുന്നത്? ശ്രദ്ധിക്കണമേ. ബാറൂക്കിന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ, കർത്താവേ ഞങ്ങൾ അവിടത്തേക്കെതിരെ പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ഇന്ന് എന്തുകൊണ്ട് പലയിടങ്ങളിലും സഭ തളർന്നു പോകുന്നു? സഭ ഇന്ന് ക്ഷയിക്കുന്നു, സഭ ശിഥിലീകരിക്കപ്പെടുന്നു, പല അനൈക്യങ്ങളുണ്ട്. എന്താണ് കാരണം? കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ, കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ. സഹോദരങ്ങളെ, ദൈവ കൽപ്പനകളുടെ ലംഘനമാണ്, വചനത്തുള്ള അനുസരണക്കേടാണ് ഇന്ന് സഭയുടെ തകർച്ചയുടെ ഒരു അടിസ്ഥാന കാരണമെന്ന് ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇതിനു വേണ്ടി ആരാണ് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നത്? എത്ര പേര് പരിഹാരം ചെയ്യുന്നുണ്ട്? കർത്താവെ തെറ്റിപ്പോയി, കർത്താവേ സഭയ്ക്ക് വേണ്ടി നിലവിളിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി വന്നുപോയ ദൈവ നിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾക്ക് വേണ്ടി അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ എത്ര പേര് സഭയിൽ എഴുന്നേൽക്കുന്നുണ്ട്? എത്ര പേര് തയ്യാറാകുന്നുണ്ട്? സഹോദരങ്ങൾ, ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഗതി പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. പരിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം, കുർബാന വഴുക്കുകൾ, തർക്കങ്ങൾ. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ഇവിടുത്തെ കാര്യം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ സഭയിൽ സമാധാനമുണ്ടാകാൻ, കർത്താവിന്റെ സഭയിൽ ഐക്യമുണ്ടാകാൻ, സ്നേഹം വർദ്ധിക്കാൻ, ഐക്യത വർദ്ധിക്കാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ, സഭയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ, സഭയ്ക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറുണ്ട് സഹോദരങ്ങളെ? അതിനുവേണ്ടി ദൈവസൻ മാപ്പ് ചോദിക്കാൻ. കർത്താവേ, സഭയിൽ വന്നുപോയ എല്ലാ സാക്രിലേജുകളെ പ്രതി, എല്ലാ ദൈവ നിന്ദകളെ പ്രതി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, കരുണ കാണിക്കണമേ, സഭയെ ശക്തീകരിക്കണമേ, സഭയെ ശുദ്ധീകരിക്കണമേ. കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് ഹൃദയ തകർച്ചയോടെ പ്രാർത്ഥിക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറുണ്ട് സഹോദരങ്ങളെ? നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. ഇൻസിരു ജേസു എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. നിങ്ങൾ പലരും വായിച്ചു കാണും. അറിയാതെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ സഭ തളരുന്നുവെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് തകരുന്നുവെങ്കിൽ, നമ്മുടെ കൂട്ടായ്മകൾ ഇന്ന് മന്ദീഭവിച്ച് പോകുന്നുവെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈശോ പറഞ്ഞു തരികയാണ്. കർത്താവ് പറയുന്നത് എന്തെന്നറിയോ? സക്രാരിയിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ, സക്രാരിയിൽ എൻ്റെ യഥാർത്ഥ ശരീരം സൂക്ഷിച്ചു വെച്ചതുകൊണ്ട് മാത്രമായില്ല. എത്രയോ സന്യാസ ഭവനങ്ങളിലാണ്, ഇടവക ദേവാലയങ്ങളിലാണ് ഞാൻ കൗദാശികമായി സന്നിഹിതനായിരിക്കുന്നത്. എത്രയോ നമ്മുടെ കേരള കത്തോലിക്ക സഭയിൽ 5000 ഇടവകകളുണ്ട്, 5000 ഇടവകകൾ. എത്രയോ സന്യാസ ഭവനങ്ങൾ നമ്മുടെ സഭയിലുണ്ട്, കേരള സഭയിലുണ്ട്. കർത്താവ് അവിടെയൊക്കെ ഞാൻ കൗദാശികമായി, ദിവ്യകാരുണ്യമായി, പരിശുദ്ധ കുർബാനയായി ഞാൻ എഴുന്നള്ളിയിരിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന് ഒരു ശ്രദ്ധയും നൽകാതെ ഇവിടെ നമ്മുടെ തകർച്ച ആരംഭിക്കുന്നത്. പരിശുദ്ധ കുർബാനയോട് കാണിക്കുന്ന അനാദരവ്, പരിശുദ്ധ മധുബഹയുടെ അൾത്താരയോട് കാണിക്കുന്ന അനാസ്ഥകള്, നമ്മുടെ ഭാഗത്ത് വരും. അത് ദൈവ നിന്നയ സാക്രിലേജാണ് സഹോദരങ്ങളെ. നമ്മൾ മറന്നു പോകരുത്. അവിടെ എവിടെയാണ് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാവുക? കർത്താവിന്റെ മഹത്വം വിട്ടുപോകും. കർത്താവിന്റെ സാന്നിധ്യം അവിടെ മന്ദീഭവിച്ചു പോകും. കർത്താവ് പറയുകയാണ്, എൻ്റെ ജീവിക്കുന്ന യഥാർത്ഥ സാന്നിധ്യത്തിന് ഒരു ശ്രദ്ധയും നൽകാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തനിച്ചാക്കിയിരിക്കുന്നത്? എത്രയോ സന്യാസ ഭവന ഇടവക ദേവാലയങ്ങളിൽ കർത്താവ് തനിച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ അരികിലോട്ട് വരുന്നില്ല. എന്തുമാത്രം ജീവിതം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് ഓടുന്നത്? ഈ ഓട്ടം നാശത്തിലേക്കാണ് പോകുന്നത്. ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കാനായി സ്വർഗം തെരഞ്ഞെടുത്തവരുടെ ആത്മീയ മന്ദതയും അനാസ്ഥയും ഇന്നൊരുപാട് കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ തകർച്ചയുടെ കാരണം സഹോദരങ്ങളെ. ഇതിനു വേണ്ടി ആര് പരിഹാരം ചെയ്യുന്നു?
ഇതിനു വേണ്ടി ആര് കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു? ഇതിനു വേണ്ടി ആര് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അനുതപിച്ച് പ്രാർത്ഥിക്കുന്നു? നമ്മൾ ശ്രദ്ധിക്കണം, ഈ കുർബാന തർക്കങ്ങളും അതിനോട് സംബന്ധിച്ച് പരിശുദ്ധ കുർബാനയോട് വരുന്ന അവഹേളനങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ സ്വർഗത്തിന് സന്തോഷമാണ്. സ്വർഗം വേദനിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, തീവ്രമായ ദുഃഖത്താൽ എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. മരണതുല്യമായ വേദന തൻ്റെ സഭയോർത്ത് കർത്താവിനുണ്ട്, തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരോർത്ത് കർത്താവിനുണ്ട്. ഇന്ന് കർത്താവ് ഒരുപാട് നിന്ദിതനും അപമാനിതനുമാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തനിച്ചാക്കിയിരിക്കുന്നു? സന്യാസ ഭവനങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ, പല ഇടവക സമൂഹങ്ങളിൽ എൻ്റെ കുദാശയോട്, ശ്രദ്ധിച്ച് നിങ്ങൾ, പരിശുദ്ധ കുർബാനയോട്, അത് നമുക്ക് കളിക്കാനുള്ള സംഗതിയല്ല. ജീവിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. അത് നമുക്ക് തട്ടിക്കളിക്കാനോ നമുക്ക് അവഹേളിക്കാനോ അത് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സംഗതിയല്ല സഹോദരങ്ങളെ. അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ എൻ്റെ കുദാശയോട് കാണിക്കുന്ന അവഗണനയ്ക്ക്, സ്നേഹശൂന്യതയ്ക്ക്, നന്ദികേടിനെ പരിഹാരം ചെയ്യുക. ഈറ്റുനോവിൻ്റെ കാലം അത് പരിഹാരം ചെയ്യേണ്ട കാലമാണ്. കർത്താവിന് മുമ്പിൽ അനുതപിച്ച് ചങ്കുപൊട്ടി നിലവിളിച്ച് പ്രായശ്ചിത്തം ചെയ്യേണ്ട കർത്താവെ, തെറ്റിപ്പോയി കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണേ കർത്താവെ, ഞങ്ങളങ്ങേ വേദനിപ്പിച്ച് അപമാനിച്ചു കർത്താവെ, മാപ്പ് ചോദിക്കണം സഹോദരങ്ങളെ. ഈശോ പറയാണ്, ഞാൻ അവഗണിക്കപ്പെടുന്ന ഈ സ്ഥലങ്ങൾ വലിയ നാശത്തിൻ്റെ വക്കിലാണ്. ഇത് നമ്മുടെ സഭയ്ക്ക് ഇന്ന് പറ്റിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നാശം? എന്തുകൊണ്ടാണ് ഈ തകർച്ച? എന്തുകൊണ്ടാണ് ഈ ബലക്ഷയം? എന്തുകൊണ്ടാണ് ഈ അനൈക്യം? എന്തുകൊണ്ടാണ് ഈ ശിഥിലീകരണം? നമ്മൾ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തിന്, പരിശുദ്ധ കുർബാനയ്ക്ക്, പരിശുദ്ധ വചനത്തിന് നമ്മൾ വില കൊടുക്കുന്നില്ല സഹോദരങ്ങളെ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രമാണ ലംഘനങ്ങൾ ബാറൂക്ക് 2:5 നമ്മൾ കണ്ടു. ഞാനിത് പറയുന്നത് നമ്മൾ ഇതിനൊക്കെ വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനാണ്. 1-ാം പ്രമാണത്തിന് ലംഘനങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. കർത്താവിന് യോജിക്കാത്ത, കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിന് നിരക്കാത്ത ആഘോഷങ്ങൾ, ആർഭാടങ്ങൾ, വിരുന്നുകൾ, ഇതൊക്കെ നമ്മുടെ ദേവാലയത്തിനുള്ളിലോട്ട് വരെ കയറി. ആഭാസ പാട്ടുകൾ, നൃത്തങ്ങൾ, ദേവാലയ തിരുമുറ്റങ്ങള് വെറിക്കൂത്തിന്റെ അരങ്ങേറ്റങ്ങളായിട്ട് മാറി. നിങ്ങൾ ചിന്തിക്കണം, ദേവാലയ തിരുമുറ്റം അത് ദൈവത്തിൻ്റെ തിരുമുറ്റം, കർത്താവ് ഇങ്ങനെ ഉലാത്തുന്ന സ്ഥലമാണ്, അത് പരിശുദ്ധമാണ്. സംശയിക്കേണ്ട നമ്മൾ. അവിടെ ലേസർ ലൈറ്റുകൾ വെച്ച്, വലിയ വലിയ ഷോകൾ വെച്ച്, കോമഡി ഷോ, റിയാലിറ്റി ഷോ, സിനിമാറ്റിക് ഡാൻസ്, എന്തൊക്കെയാ. അത് തൊട്ടുപുറകിൽ പരിശുദ്ധ അൾത്താരയാണ്, സക്രാരിയാണ്, അവിടെ ജീവിക്കുന്ന കർത്താവുണ്ട്. എന്തേ അത് നമ്മൾ പരിഗണിക്കാത്തത്? ഈ വെറിക്കൂത്തുകളൊക്കെയാണ് നമ്മളിന്ന് തകർത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വല്ല ഗ്രൗണ്ടിലും അല്ലെങ്കിൽ ഏതെങ്കിലും വല്ല ഓഡിറ്റോറിയത്തിലോട്ട് വെക്കണം. ദേവാലയ തിരുമുറ്റത്തല്ല ഇതൊക്കെ ആഘോഷിക്കേണ്ടത്. ഈശോ പറയുന്നുണ്ട് അത്. ഞാൻ 1-2 വചനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനത്തിൽ കർത്താവ് പറയുന്നു, എന്താ പറയുന്നത്? എസെക്കിയേൽ പ്രവചനം, അവിടെ അധ്യായം, കർത്താവേ സ്തുതിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം പറയുകയാണ്. എന്താ പറയുന്നത്? 12-ാമത്തെ വചനം, ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്. ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. കേട്ടോ, ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, ആ ദേവാലയ തിരുമുറ്റം, അതിൻ്റെ പരിസരം, അവിടെ കണ്ട വൃത്തികേടുകൾ ചെയ്യുക, അവിടെ നിന്ന് കള്ളു കുടിക്കുക, അവിടെ നിന്ന് കഞ്ചാവ് അടിക്കുക, അവിടെ നിന്ന് ബീഡി വലിക്കുക, അവിടെ ഇരുന്ന് പരദൂഷണം പറയുക, ഏഷ്യണി പറയുക, അവിടെ അനാവശ്യമായ ചില മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുക, ഇതൊക്കെ ഇത് നടക്കുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ സ്ഥലമാണ്. ഇതൊക്കെ നമ്മൾ നശിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി ആര് പരിഹാരം ചെയ്യുന്നു? ഇന്നലെ തോമസ് കുമിളി നമ്മളോട് പങ്കുവെച്ചു. എത്രയോ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ട എത്രയോ ദേവാലയങ്ങളുടെ ഉള്ളിലാണ് പാട്ടും കൂത്തും ഡാൻസും, തൊട്ടു പുറകിൽ അൾത്താരയാണ്. ഒരു ബഹുമാനം കൊടുക്കുന്നില്ല, അനാസ കാണിക്കുന്നു, നമ്മൾ അതിനോട് നന്ദികേട് കാണിക്കുന്നു. കർത്താവ് പറയുന്നതിന് വേണ്ടി ആര് പരിഹാരം ചെയ്യും? സഹോദരങ്ങൾ, ഈറ്റുനോവിൻ്റെ കാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ അനുദപിക്കണം, കർത്താവിന് മുന്നിൽ അനുദപിക്കണം. സഭയ്ക്ക് വേണ്ടി, സഭയുടെ നവീകരണത്തിന് വേണ്ടി, സഭയുടെ ശക്തീകരണത്തിന് വേണ്ടി. ഇതിലൊന്നും നമ്മൾ നെഗറ്റീവ് ആവരുത്. ഇതെല്ലാം കർത്താവ് നമ്മളോട് പറയുന്നത് എന്തിനു വേണ്ടി? സഭയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ സഭയ്ക്ക് വേണ്ടി ത്യാഗമെടുക്കുമ്പോൾ, സഭയിൽ വന്നുപോയി എല്ലാ ദൈവ നിന്ദകളെ ഓർത്ത് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ സഭയിൽ കർത്താവ് സമാധാനം കൊണ്ടുവരും, ഐക്യം കൊണ്ടുവരും, അവിടെ ഒന്നിപ്പുണ്ടാകും.
സഭ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന കർത്താവിൻ്റെ യഥാർത്ഥ മണവാട്ടിയായി പ്രശോഭിതയാകും. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രാശ്ചിത്ത പ്രവൃത്തികളും എനിക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രാർത്ഥനയുടെയും പരിഹാരത്തിൻ്റെയും പ്രാശ്ചിത്തത്തിൻ്റെ അരൂപിയെ ഞങ്ങൾക്ക് തരണമേ. ഒരു വചനം, ലേവ്യ പുസ്തകം, അവിടെ 26-ാമത്തെ വചനം, 40ഉം 41 വചനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, അവർ എന്നോട് കാണിച്ച അവിശ്വസ്തതയും എനിക്കെതിരായി പ്രവർത്തിച്ച തിന്മകളും ഏറ്റുപറയട്ടെ. ഇത് ചെയ്യാൻ സഭയിൽ ജനമുണ്ടാവണം. സഭയിൽ വൈദികർ ഉണരണം, സമർപ്പിതർ ഉണരണം, അൽമായർ ഉണരണം. കർത്താവിനെതിരായി പ്രവർത്തിച്ച ആ നിന്ന പ്രവർത്തികളെ ഓർത്ത് അനുദപിക്കുവാൻ, മാപ്പ് ചോദിക്കുവാൻ കർത്താവിൻ്റെ വൈദികർ മുന്നോട്ട് വരണം. അൾത്താരയിലോട്ട് വരണം, ദിവ്യഗാനത്തിലോട്ട് വരണം, സമർപ്പിതർ വരണം, അൽമായർ വരണം. അവിശ്വസ്തതകളെ ഓർത്ത്, അശുദ്ധിയോർത്ത്, വിശ്വാസമില്ലായ്മയോർത്ത് മാപ്പ് ചോദിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കാൻ. വീണ്ടും കർത്താവ് എന്താ പറയുന്നത്? എനിക്കെതിരായി ചരിച്ചതിനാൽ ഞാനും അവർക്കെതിരായി ചരിക്കും. കർത്താവ് പറയുന്നു, തങ്ങൾ അപരിചിതമായ ഹൃദയം വിനീതമാക്കി നിങ്ങൾ പ്രാശ്ചിത്തം അനുഷ്ഠിച്ചാൽ, കണ്ടോ, അനുദപിച്ചാൽ, നിങ്ങൾ എന്നോട് മാപ്പ് ചോദിച്ചാൽ, കർത്താവ് തെറ്റിപ്പോയി എന്ന് ആത്മാർത്ഥമായി ഒന്ന് ഏറ്റുപറഞ്ഞാൽ, നിങ്ങൾ അതിനായി പ്രാശ്ചിത്തം ചെയ്താൽ, കർത്താവ് എന്താ പറയുന്നത്? ഞാൻ യാക്കോബിനോടും ഇസഹാക്കിനോടും അബ്രഹാമിനോടും ചെയ്ത ഉടമ്പടി ഓർക്കുകയും ദേശത്ത് അനുസ്മരിക്കുകയും ചെയ്യും. 44-ാം വചനം പറയുന്നു, എന്താ പറയുന്നത്? ഇതെല്ലാമാണെങ്കിലും ശത്രുദേശത്തായിരിക്കുമ്പോൾ ഞാൻ അവരെ പരിപൂർണമായി തള്ളിക്കളയുകയോ അവരോടുള്ള ഉടമ്പടി ലംഘിക്കുന്ന വിധത്തിൽ അവരെ വെറുക്കുകയും നശിപ്പിക്കുകയില്ല. എന്തെന്നാൽ ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. അതുകൊണ്ട് ഒരിക്കലും കർത്താവ് തൻ്റെ സഭയെ തള്ളിക്കളയില്ല. കാരണം സഭ കർത്താവിൻ്റെ മണവാട്ടിയാണ്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. എന്നാൽ സഭാമക്കളായ നമ്മൾ സഭയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വന്നുപോയ ദൈവപ്രമാണ ലംഘനങ്ങളെ ഓർത്ത്, അവിശ്വസ്തതകളെ ഓർത്ത്, അതുപോലെ തന്നെ വിനാശകരമായ ദൈവനിന്ദകളെ ഓർത്തൊക്കെ നമ്മൾ അനുദപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും.